വാതിലും പൂട്ടി പാതിരാത്രി എങ്ങോട്ടായിരിക്കും എന്നല്ലേ നിങ്ങളുടെ വിചാരം? ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു സ്ഥലം വരെ പോവുകയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് ജസ്റ്റ് കുളിച്ച് റെഡിയായിട്ട് ഒന്ന് ക്വിക്കായിട്ട് ഓടിപ്പോയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വരെയാണ്. ഒരു ബ്രിട്ടീഷ് തട്ടുകടയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പൊന്നിനോട് ചോദിക്കുമായിരുന്നു എവിടെയാണ് പോകുന്നതെന്ന്. അപ്പോൾ പൊന്നു തിരിച്ചു പറയുകയാണ് തട്ടുകടയിൽ പോവാന്ന്. അപ്പോൾ ശരിക്കും അതൊരു ഫുഡ് വാനാണ്. നൈറ്റിൽ ഒക്കെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു വാനാണ്. ഞങ്ങളിവിടെ ബ്രിട്ടീഷ് തട്ടുകട എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. കാർഡ് അവിടെ അക്സെപ്റ്റബിൾ അല്ല. ഇവിടെ ചില ഇതുപോലെ ഫുഡ് വാനുകളൊക്കെ അവിടെ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ATMിലേക്ക് പോയതാണ് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നല്ല തണുപ്പും മഴയാണ്. പുറത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല കുരാക്കുര ഇരുട്ടായി. ആക്ച്വലി 9 മണി സമയം ആയിട്ടുള്ളൂ. എങ്കിലും നല്ല മഴയും തണുപ്പുമാണ്. ശരിക്കും 5 മിനിറ്റ് ദൂരത്തിലേ ഉള്ളൂ. വീട്ടിൽ നിന്ന് നമുക്ക് നടന്ന് വരാവുന്നൊരു ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ എളുപ്പത്തിൽ ഓടിപ്പോയിട്ട് വരാമല്ലോ, നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഓടിപ്പോയിട്ട് ഓടി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടിയെടുത്ത് വന്നത്. അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാം സൂപ്പർ മാർക്കറ്റിൽ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിൽ കട 11 മണി വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നവരൊക്കെ ഷോപ്പിങ്ങിന് വരുന്നൊരു സമയമാണിത്. കുറേ വണ്ടികളൊക്കെ ഉണ്ട്. കുറേ പേര് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ആശി പൈസയൊക്കെ എടുത്തിട്ട് ATMിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് പുറകിലാണ് നമ്മൾ പോകുന്ന തട്ടുകട ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ പോവാറുണ്ട്. എപ്പോഴൊന്നും പോകത്തില്ല. കുറച്ച് എക്സ്പെൻസീവാണ് ബാക്കിയുള്ള ഷോപ്പിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ വല്ലപ്പോഴുമൊക്കെ പോകാനായിട്ട് ഇപ്പോൾ ഭക്ഷണങ്ങൾ ചോറൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ കറിയൊന്നുമില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഓടിപ്പോയിട്ട് കഴിക്കാവുന്ന ഒരിത്. ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ പോകാറുണ്ട്. 1-2 പ്രാവശ്യമൊക്കെ പോകാറുണ്ട്. അപ്പം ഞങ്ങളിതാ സ്ഥലത്തെത്തി. ജസ്റ്റ് 2 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അത്യാവശ്യം വണ്ടികളൊക്കെ വന്ന് ക്യൂ ആണ്. 3-4 വണ്ടികൾ ക്യൂ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഒരു പോലീസ് വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പോലീസുകാരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവിടെ പാർക്കിംഗ് ഒന്നും അവൈലബിൾ അല്ല. നമ്മളിവിടെ ജസ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പോയി മേടിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഓൾറെഡി അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും 3-4 വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പാർക്കിംഗ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വണ്ടി ഇട്ടു. പിന്നെ അവിടെ നിന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ജസ്റ്റ് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തണുപ്പായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച വലിയൊരു തണുപ്പൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഉഷാറായിട്ട് നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നതുകൊണ്ട് ആഞ്ഞങ്ങ് നടന്നു. വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. തണുപ്പൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും തണുപ്പൊക്കെ കുറഞ്ഞ് വെയിലൊക്കെ ആവാനും ചെറിയൊരു ചൂടൊക്കെ വരാനും തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഈ ഒരു മെയിൻ റോഡിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ടാണ് നമുക്ക് പാർക്കിംഗ് അവൈലബിൾ അല്ലാത്തത്. ഒരു 3-4 കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരിതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും വരുമ്പോൾ പാർക്കിംഗ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ടൈമാണ് നമുക്ക് പാർക്കിംഗ് ചെന്ന സമയത്ത് ഇല്ലാതിരുന്നത്. അപ്പം അവർ ഫ്രഷായിട്ട് ചൂടോടെ അപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് അവിടെ ക്യൂവിൽ റോട്ടിൽ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് നമ്മൾ പാർക്ക് ചെയ്തത്. പൊന്നൂസൊക്കെ നല്ല ഉഷാറിൽ നടക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാനുള്ള വിശപ്പിൻ്റെ ഇതിലും അതാണ്. പിന്നെ പൊന്നൂന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ രാത്രിയിലൊക്കെ നടക്കാൻ പോകുക എന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നടക്കാൻ പോകാറുണ്ട്. ഇപ്പോൾ വിൻ്റർ തുടങ്ങിയ പിന്നെ ഇങ്ങനെ മടി പിടിച്ച് തണുപ്പും ആയതുകൊണ്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ റോഡ് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി ഞങ്ങളിതാ തട്ടുകടയുടെ മുമ്പിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ പ്രദേശം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കി കാണിച്ചു. അവിടെ വലിയൊരു ഷോപ്പുണ്ട്. ഇങ്ങനെ വീടിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ടൂൾസും അങ്ങനത്തുള്ള മെറ്റീരിയൽസൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു തട്ടുകട എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബർഗേഴ്സ്, റാപ്പുകൾ, നോൺ വെജ്, വെജ് റാപ്പുകൾ, കബാബുകൾ, അത് ചിക്കൻ കബാബ്, ലാമ്പ് കബാബ് അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കേണ്ടവർക്കൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാം. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇരുന്ന് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യം വന്നത്. പിന്നെ ഞങ്ങൾ തീരുമാനം മാറ്റി. കാരണം മൊത്തം നനഞ്ഞ് കുതിർന്ന് കിടക്കുക. പിന്നെ ചെറുതായി മഴയും ചാറുന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു എന്നാൽ വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വന്നും പോയിക്കൊണ്ടേയിരിക്കുകയാണ്.
അത്യാവശ്യം ഒരു 5, 8 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള 2 സീറ്റിംഗ് ഉണ്ട്. നല്ല മഴയാണ്. പൊന്നു ഇതിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഓർഡർ കൊടുത്തു. 2 ചിക്കൻ കബാബ്, മീഡിയം സൈസുള്ള ചിക്കൻ കബാബിനാണ് ഓർഡർ കൊടുത്തത്. ഇവിടെ ഓരോ സൈസാണ്, സ്മോള്, മീഡിയം, ലാർജ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലാർജ് നമുക്ക് മേടിക്കുവാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 പേർക്ക് അത്യാവശ്യം വയറ് നിറയാൻ കഴിക്കാനുള്ളതെല്ലാം ഉണ്ട്. പിന്നെ 2 പേരും ഇന്ന് നല്ല വിശപ്പിൻ്റെ വിളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വൈകിട്ട് അവരും സ്നാക്സ് ഒന്നും കഴിച്ചൊന്നുമില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇവിടെ ഇതാണ് മെനു ഒക്കെ. കുറേ മെനു ഒക്കെ അവൈലബിൾ ആണ്. ബർഗർ, സാൻഡ്വിച്ചുകൾ, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ. ഞങ്ങളെപ്പോഴും ഇവിടുന്ന് കബാബ് ട്രൈ ചെയ്തിട്ടുള്ള, പിന്നെ സാൻഡ്വിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. നമുക്ക് ഫ്രഷ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് സാധനം കിട്ടി ഗായ്സ്. സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ സന്തോഷത്തോടെ, ഞങ്ങളുടെ മുഖത്തു നിന്നുള്ള ആ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ചൂടോടെ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്തതേ ഇല്ല. നമ്മൾ ജസ്റ്റ് നടന്ന് സന്തോഷത്തോടെ ഫ്രഷ് എയറൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുമായിരുന്നു. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പോത്ത് പോലെ കിടന്നുറങ്ങണം എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തേക്ക് നടന്നിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ മാറ്റിയത്. പെട്ടെന്ന് ഇപ്പോൾ മുറിസിൻ്റെ മുന്നിലൂടെ പോയപ്പം എന്നാൽ പിന്നെ മുറിസിനും കൂടെ ഒന്ന് ഓടിപ്പോയിട്ട് കയറിയിട്ട് വരാം. കുഞ്ഞിന് നാളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്നുള്ള വിചാരിച്ചിട്ട് ഞങ്ങളെന്നാൽ മുറിസിനും കൂടെ ഒന്നുകൂടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ കടയിലേക്ക് ചിലപ്പോൾ ഓടേണ്ടി വരും. അതുകൊണ്ട് പൊന്നൂസ് എപ്പോഴും ടിഫിൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എന്തെങ്കിലും സ്നാക്സും 11 o'clock കഴിക്കാനായിട്ട് കൊടുത്തു വിടാറുണ്ട്. അപ്പം മുറിസണിലേക്ക് ഞങ്ങൾ കയറി. അത്യാവശ്യം ആൾക്കാരുണ്ട്. വൈകുന്നേരം 9:30 ആയെങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫിഷൊക്കെ വന്നിട്ടുണ്ട്. ഫിഷ് നല്ല ഫ്രഷ് ഫിഷും സാധനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഫിഷ് ഓൾറെഡി ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കുന്നില്ല. പൊന്നൂസിനൊരു ലോലിപോപ്പ് കൊടുത്തു. അവിടെ കടയിൽ നിന്ന് കിട്ടിയതാണ്. പൊന്നൂസ് അതും തിന്നുകൊണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സാധനങ്ങളൊന്നും മേടിക്കാനില്ല. ജസ്റ്റ് സ്നാക്സ് മാത്രം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കയറിയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ കയറിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ചുറ്റിക്കറങ്ങിയൊന്ന് നോക്കുന്ന പതിവാണല്ലോ. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോക്കുമായിരുന്നു, എന്തെങ്കിലും ഓഫറുകളൊക്കെ അവൈലബിൾ ആണോ എന്ന്. ചില സമയത്ത് നമുക്ക് ഈ എക്സ്പയറി ആവാനാവുന്ന സാധനങ്ങളൊക്കെ ഓഫറിൽ കിട്ടാറുണ്ട്. അപ്പം ചില സമയത്ത് അവർ നാളെ എക്സ്പയറി ആവുന്ന സാധനങ്ങളൊക്കെ ഇന്നിടാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് കാര്യമില്ല. എക്സ്പയറി എടുക്കാനായ സാധനങ്ങൾ നോർമലി അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ ജസ്റ്റ് നോക്കുമായിരുന്നു എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ തപ്പി ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. ജസ്റ്റ് എല്ലാവരും ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. കുറച്ച് നല്ല ഫ്രഷ് മീനുകളൊക്കെ കണ്ടു. ട്രൗട്ട് എന്ന് പറഞ്ഞ UK-യിൽ അവൈലബിൾ ആയ ഒരു മീനാണിത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മീനാണ്. 2 മീനായിട്ടാണ് ഒരു പാക്കിൽ വരുന്നത്. അപ്പം അതും ഉണ്ട്. പിന്നെ സീബാസ് അവൈലബിൾ ആണ്. അതും ഫ്രഷ് മീനാണ്. അവർ ജസ്റ്റ് രാവിലെ വെച്ച മീനുകളായിരിക്കും. സാധാരണ ഒരു മാക്സിമം പോയാൽ 12 hours വെക്കാറുള്ളൂ. അതിനുശേഷം അവരെടുത്ത് ഇതാക്കാറുണ്ട്, സെയിലിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് മീനൊക്കെ എന്താണ് വില, എങ്ങനെയൊക്കെയാണ് സൈസ് എന്നൊക്കെ ഒന്ന് ചുമ്മാ നോക്കി ഞാൻ തിരിച്ചു വെച്ചു. കാരണം ഇനി 2 ദിവസം ഷിഫ്റ്റാണ്. അപ്പം മീൻ മേടിച്ചാലും അത് ക്ലീൻ ചെയ്യാനും കറി വെക്കാനും ഉള്ള ഒരു സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വെച്ചു. ഓഫുള്ള ദിവസം എപ്പോഴെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും മടി പിടിച്ച് അത് തിരിച്ചു വെച്ച് ചുമ്മാ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പനെയും മോളെയും കാണാനില്ല. അപ്പം അപ്പുറത്തെ സൈഡിലേക്ക് എങ്ങാണ്ട് പോയി തോന്നുന്നു. അത്യാവശ്യം വലിയ മുറിസിനാണ് എല്ലാ സ്നാക്സും എല്ലാ ഫുഡ് ഐറ്റംസും അവൈലബിൾ ആയ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേണ്ട സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് കിട്ടുന്നൊരു കടയാണ് അത്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പം. പക്ഷെ നമുക്ക് ഈസി ആക്സസ് ആയിട്ടുള്ള തൊട്ടടുത്ത് നമുക്ക് നടക്കാവുന്ന ദൂരത്തിലുള്ള സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഓടി അങ്ങോട്ടാണ് പോകാറ്. ഇത് ഇന്ത്യൻ സെക്ഷനാണ്. നമ്മുടെ എല്ലാ പരിപ്പ്, പയർ, കടല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ് ഇവിടെ. എല്ലാം ഫ്രഷ് ആയിട്ട് അവർ ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എപ്പോഴും മോറിസണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ ഇന്ത്യൻ സ്നാക്സ് ആണ്. മിക്സ്ചറുകളും കടലകളും അങ്ങനെയുള്ള പല വെറൈറ്റി സാധനങ്ങൾ ഒക്കെ ഇവിടെ കിട്ടും.
ഇതൊരു ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളൊരു സ്നാക്സാണ്. ഒരു പീസാണിത് ആക്ച്വലി ഗ്രീൻ പീസ് പീനട്ട് എന്ന് വരുന്നത്. നമ്മുടെ പച്ചക്കടലയും 2, 3 തരത്തിലുള്ള കടലകളെല്ലാം മിക്സ് ചെയ്ത് കുറച്ച് സ്പൈസിയും കുറച്ച് സോറും അങ്ങനെ പുളിയും എരിവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അതിനധികം വിലയില്ല. 79p അത്രയെങ്ങാണ്ടേ വരുന്നുള്ളൂ. അത്യാവശ്യം അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സെൽഫ് ചെക്കൗട്ട് ചെയ്യുകയാണ്. അധികം സാധനങ്ങളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് 3 സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. നമ്മളൊരു പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ. ജസ്റ്റ് അതിലെ വന്നപ്പോൾ വന്നാൽ ഒന്ന് കയറിയേച്ച് പോയേക്കാം, എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്ന് കയറിയതാണ്. അപ്പം ഷോപ്പിങ്ങുകളെല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ള പ്ലാന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല ടയേർഡാണ്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് 12 hours ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ജസ്റ്റ് കയറിയിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പോൾ പൊന്നൂന് നാളെ രാവിലെ സ്കൂളിലും പോകാനുണ്ട്, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കും പോകാനുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് വേഗം നമ്മൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇതാണ് നമ്മൾ മേടിച്ച കബാബ്. നാട്ടിലെ ഒരു കബാബിൻ്റെ ഒരു ലുക്കും അല്ല ടേസ്റ്റും അല്ല വരുന്നത്. ഇത് ജസ്റ്റ് ചിക്കൻ എല്ലാം അടിയിലാണ് അവരിട്ടിരിക്കുന്നത്. ഒരു റാപ്പ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലെല്ലാം സലാഡ് ആണ് ഇട്ടിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുക്കുംബർ ഉണ്ട്, അങ്ങനെ ഗ്രീൻ ചില്ലി ഉപ്പിലിട്ടത്, പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് ഉള്ള ഇതാണ്. പിന്നെ ഒരു പിസ്സയും കൂടെ മേടിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ പിസ്സയും കൂടെ ഒന്ന് ചൂടാക്കി. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ്. അപ്പം ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കിടന്നുറങ്ങാനായിട്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു ലേറ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.